ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നല്ലൊരു കിടിലൻ ഹൊറർ മൂവിയുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. നഗരത്തിൽ ഈ ഇടയായിട്ട് കുറച്ചധികം കൊലപാതക പരമ്പരകൾ നടക്കുന്നുണ്ട്. ഇവിടെ പോലീസുകാരെ ഞെട്ടിച്ചിരിക്കുന്ന പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മരണപ്പെട്ട ആളുകളുടെ ഹൃദയം അതാരോ മോഷ്ടിച്ചു കൊണ്ടുപോവാണ്. എന്നാൽ ഈ ഒരു കേസിലേക്ക് യാദൃശ്ചികമായിട്ട് വന്നുപെട്ട ഒരു റിപ്പോർട്ടർ ഇതിന്റെ എല്ലാം രഹസ്യം തേടി ചെന്നപ്പെട്ടത് ഒരു പ്രാന്താശുപത്രിയിലെ ഒരു പ്രാന്തിയുടെ മുന്നിലാണ്. 4 പേരെ കൊന്നതിന്റെ പേരിൽ അവളെ അവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ്. എന്നാൽ ഭ്രാന്തിയായിട്ടുള്ള ആ പെണ്ണിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു വിഷയമല്ല, വർഷങ്ങൾ പഴക്കമുള്ള ഒരു വലിയ പദ്ധതിയുടെ ഭാഗം മാത്രമായിരുന്നു ആ ഒരു കൊലപാതകങ്ങൾ. അപ്പൊ അതെന്താണ്, നമുക്ക് നേരെ ഈ കഥയിലേക്ക് പോയി തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ പോവുകയല്ലേ കഥയുടെ ഈ മായ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ ഒരു കാട്ടിലൂടെ നടന്നു വരുന്ന ഒരു ഉസ്താദിനെ കാണിക്കുകയാണ്. ഉസ്താദിന്റെ പേര് ഉസ്താദ് ഹാരി എന്നാണ്. ഈ അർദ്ധരാത്രിയിൽ കാട്ടിലൂടെ വരുന്ന ഈ ഉസ്താദിനോട് ഒരു പെൺകുട്ടി സഹായം ചോദിക്കുന്നുണ്ട്, എന്നെ രക്ഷിക്കുമോ എന്ന് ചോദിച്ചിട്ട്. എന്നാൽ അവളുടെ ശബ്ദം മാത്രമേ കേൾക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ ഉസ്താദ് 4 ഭാഗത്തേക്കും തിരിഞ്ഞു നോക്കുകയാണ്. എന്നാൽ ആരെയും കാണാനില്ല. ചെറിയൊരു ഭയത്തിൽ ഉസ്താദ് ചുറ്റും നോക്കുന്ന സമയത്ത് പെട്ടെന്ന് എവിടുന്നോ ഒരു സ്ത്രീ ഓട്ടി വന്നിട്ട് ഉസ്താദിനെ പിടിച്ച് കരഞ്ഞുകൊണ്ട് പറയാണ്, ഉസ്താദെ വേഗം എന്റെ വീട്ടിലേക്ക് ഒന്ന് വരൂ, എന്റെ മോൾ ഒന്ന് രക്ഷിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് കരഞ്ഞ അയാളുടെ കാല് പിടിച്ച് പറയാണ്. അങ്ങ് ഉസ്താദ് പറയാണ്, പേടിക്കണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ വരാം. അങ്ങനെ ആ സ്ത്രീയുടെ കൂടെ അവരുടെ വീട്ടിലേക്ക് ഉസ്താദ് ഹാരി ചെല്ലുകയാണ്. ആ സമയത്ത് ആ സ്ത്രീയുടെ ഭർത്താവും ബാധകേറിയ മകളും അതുപോലെ തന്നെ അവരുടെ ചെറിയ മകനും ആ വീട്ടിലുണ്ടായിരുന്നു. എല്ലാവരും ആകെ ഭയത്തിലാണ്. കാരണം ബാധ കയറി അവരുടെ മോള് എന്തൊക്കെയോ ഉറക്കിന് വിളിച്ചു പറയാണ്. ഒരു വിധത്തിലാണ് അവള് പിടിച്ചു കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഉള്ളിലേക്ക് വന്ന ഉസ്താദ് അദ്ദേഹത്തിന്റെ മാന്ത്രിക ശക്തിയെല്ലാം ഉപയോഗിക്കുകയാണ്. ആ കുട്ടിയെ ആ ഒരു ബാധയിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ വീട്ടിൽ നടക്കുന്ന ഈ കാര്യങ്ങളെല്ലാം അപ്പുറത്തുണ്ടായിരുന്ന കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്നുകൊണ്ട് ഒരു പെൺകുട്ടി കാണുന്നുണ്ടായിരുന്നു. ഒരു വല്ലാത്ത പേരാണ് അവൾക്ക്, എനിക്ക് വായ കൊണ്ട് അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തൽക്കാലം ഞാൻ അവൾക്കൊരു പേരിട്ടു, നിറാക്ഷി. പേരെങ്ങനെ, കൊള്ളാമോ? എന്തായാലും നിറാക്ഷി ആ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് നോക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഉസ്താദ് അവസാനമായിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ആ മാന്ത്രിക വെള്ളം ഈ പെൺകുട്ടിയുടെ ദേഹത്തേക്ക് ആക്കിയിട്ട് അവളുടെ ഉള്ളിലെ ബാധയെ ഒഴിവാക്കുകയാണ്. ഉസ്താദ് ആകെ ക്ഷീണിച്ചു പോയി. അതുകൊണ്ട് തന്നെ കുടിക്കാൻ കുറച്ച് വെള്ളം അവരോട് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ആ ഒരു പെൺകുട്ടിയുടെ ഉപ്പ ഇളയ മകനോട് കുറച്ച് വെള്ളം എടുത്തിട്ട് വരാൻ പറയാണ്. എന്നാൽ ആ സമയത്ത് പുറത്ത് വെച്ച് എന്തോ ഒരു ശബ്ദം കേട്ട സമയത്ത് ഈ പെൺകുട്ടിയുടെ ഉപ്പ അതെന്താണെന്ന് നോക്കാൻ വേണ്ടി പോവാണ്. ഉസ്താദ് ആ സമയത്തും വീട്ടിന്റെ ഉള്ളിൽ തന്നെയാണ്. എന്താണെന്ന് അറിയാൻ ഉസ്താദും പുറത്തേക്ക് തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഈ സമയത്ത് ഉസ്താദ് ബാധ ഒഴിഞ്ഞു പോയി എന്ന് കരുതിയ ആ ഒരു പെൺകുട്ടി പതിയെ പൊന്തി വരികയാണ്. അവളുടെ ഉള്ളിലെ ബാധ ഇപ്പോഴും അവളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അത് ഉസ്താദിനെ അറ്റാക്ക് ചെയ്യുന്നതിന്റെ നിമിഷങ്ങൾക്ക് മുന്നേ നേരത്തെ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന ആ ഒരു പെണ്ണുണ്ടല്ലോ, നിറാക്ഷി, അവള് വന്ന് പിന്നിൽ നിന്നും ബാധ കയറി ഈ പെൺകുട്ടിയുടെ തല വെട്ടിമുറിച്ചെടുക്കുകയാണ്. ഇത് കണ്ട് ആകെ ഞെട്ടിപ്പോയ ഉസ്താദും അതുപോലെ തന്നെ ആ പെൺകുട്ടിയുടെ ഉപ്പയും കൂടെ നിറാക്ഷി പിടിക്കാനായിട്ട് പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവര് കാണുന്നത് ഈ മനുഷ്യന്റെ ഭാര്യ ഉണ്ടല്ലോ, ആ സ്ത്രീയുടെയും തല വെട്ടിമുറിച്ചിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അയാളുടെ ഇളയ മകന്റെ തലയും വെട്ടിമുറിച്ചിട്ടിരിക്കുകയാണ് ഈ നിറാക്ഷി. ഭ്രാന്ത് പിടിച്ച ഈ പെണ്ണ്, ഏതാണ് ഈ പെണ്ണ്? മറ്റാരുമല്ല, നമ്മുടെ ഈ കഥയിലെ കഥാനായിക അവള് തന്നെയാണ്, നിറാക്ഷി. എന്നാൽ എന്തിനായിരിക്കും ഇത്രയും ക്രൂരമായ ഒരു കാര്യം നിറാക്ഷി ചെയ്തിട്ടുണ്ടാവുക? അതിന്റെ പിന്നിൽ വ്യക്തമായ ഒരു കാരണം ഉണ്ടാകില്ലേ? അതെന്തായാലും മുന്നോട്ടേക്ക് പോകുമ്പോൾ മനസ്സിലാക്കാം. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. ഇതിപ്പോ ഒരു ഗ്രാമമായിരുന്നു. ഇവിടുന്ന് നേരെ നമ്മളെ കൊണ്ടുപോകുന്നത് ഒരു സിറ്റിയിലേക്കാണ്. രാത്രിയാണ്, നല്ല മഴ പെയ്യുന്നുണ്ട്. ഒരു വീടിന്റെ പുറത്തായിട്ട് കുറേയധികം പോലീസുകാർ കൂടി നിൽക്കുകയാണ്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് ഒരു ന്യൂസ് റിപ്പോർട്ടർ വരുന്നുണ്ട്. അവന്റെ പേര് ഡാരു എന്നാണ്. സംഭവം എന്താന്ന് വെച്ചാൽ ഇവിടെ ഒരു കൊലപാതകം നടന്നിരിക്കുകയാണ്. എന്നാൽ ഒരാളെ പോലും, അതായത് ഒരു പത്രക്കാരനെ പോലും അങ്ങോട്ടേക്ക് കടത്തിവിടുന്നില്ല. എന്നാൽ ഡാരു വന്നപ്പോൾ അവന് മാത്രം ഉള്ളിലേക്ക് കടത്തിവിടുകയാണ്. കൊലപാതകം നടന്ന ആ സ്ഥലത്ത് അവന്റെ ഒരു കൂട്ടുകാരൻ പോലീസ് ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഉള്ളിലേക്ക് ചെന്ന സമയത്ത് അവിടെ ഒരാൾ മരണപ്പെട്ട് കിടക്കുകയാണ്. അവിടെ സംഭവിച്ച കാര്യം എന്താന്ന് ഇപ്പൊ ഡാരുവിനോട് അവന്റെ സുഹൃത്ത് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അതായത് വെറുതെ ഈ മനുഷ്യനെ കൊല്ലുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്, ഇയാളുടെ ഹൃദയം അത് അയാളുടെ ശരീരത്തിൽ നിന്നും തുരന്നെടുത്തിരിക്കുകയാണ്. അതുപോലെ ഈ രീതിയിലുള്ള കൊലപാതകം ഇത് ആദ്യമായിട്ടല്ല, ഇത് 4ാമത്തെ ആൾക്കാണ് ഇതുപോലെ സംഭവിക്കുന്നത്. ജനങ്ങളോട് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരാകെ പാനിക്കാവും. അതുകൊണ്ടാണ് ബാക്കിയുള്ള റിപ്പോർട്ടേഴ്സിന് ആരെയും ഞാൻ ഇങ്ങോട്ടേക്ക് കടത്തിവിടാത്തത്. എന്തായാലും നീ ഒരു കാര്യം കുറച്ച് ഒഫീഷ്യലായിട്ട് തന്നെ വെച്ചാൽ മതി, പുറത്ത് ആരോടും ഈ ഒരു കാര്യം പറയണ്ടാന്ന് ഡാരുവിനോട് അവന്റെ സുഹൃത്തായിട്ടുള്ള ആ പോലീസ് പറയണം. എന്നാൽ ഇതേ നേരം ആ വീട്ടിലെ റൂമിന്റെ ഒരു ഭാഗത്തായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയുടെ കറുത്ത രൂപം ഡാരു കാണുകയാണ്. അവനാകെ പേടിച്ചുപോയി. സുഹൃത്തായിട്ടുള്ള പോലീസുകാരനോടും ഈ ഒരു കാര്യം പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ടോർച്ച് അടിച്ച് ആ ഭാഗത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാൽ എന്തോ ഒരു ശബ്ദം അവിടുന്ന് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ കെട്ടിയിട്ട അവസ്ഥയിൽ ഒരു കറുത്ത നായ് ഇവർക്ക് നേരെ കുരച്ചുകൊണ്ട് ചാടി വീഴുകയാണ്. എന്നാൽ ചങ്ങല കൊണ്ട് കെട്ടിയിട്ടത് കൊണ്ട് തന്നെ ആ നായ്ക്ക് ആ റൂം വിട്ട് പുറത്തേക്ക് വരാൻ കഴിയുന്നില്ല. എന്തായാലും രണ്ടുപേരും ഒരു നിമിഷത്തേക്ക് ഒന്ന് പേടിച്ചുപോയി. എന്തായാലും ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോൾ ഡാരി പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവിടെ പത്രക്കാരും അതുപോലെ തന്നെ പോലീസുകാരും മഴയും എല്ലാമായിട്ട് ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു അവന് കൊടുത്തത്. അതായത് ഡാരു ഉണ്ടല്ലോ, ഇതുപോലൊന്നും ആയിരുന്നില്ല, ഇതിനേക്കാൾ കുറച്ചുകൂടെ ആക്റ്റീവ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ
ഇപ്പൊ അവന്റെ ഉള്ളിൽ വല്ലാത്തൊരു വിഷമുണ്ട്. അതിന്റെ കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇതുപോലൊരു സിറ്റുവേഷനിൽ അവൻ നിൽക്കുമ്പോൾ അവനൊരു കാര്യം കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു പെൺകുട്ടിയെ കൊന്ന് അതിന്റെ അന്വേഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പോലീസുകാർ അവിടെ കൂടി നിൽക്കുമ്പോൾ കൂട്ടത്തിൽ ഒരാൾ മാത്രം ഒരു പ്രത്യേക രീതിയിൽ നിൽക്കുന്നതായിട്ട് അവനിക്ക് കാണാൻ പറ്റി. മറ്റാരും കാണാത്തൊരു കാര്യം ഡാരുവിന് കാണാൻ കഴിഞ്ഞു. അതായത് അയാളുടെ കയ്യിൽ ആ പെൺകുട്ടിയുടെ റിബന്റെ ഒരു കഷ്ണം. ആ ഒരു നോട്ടത്തിൽ അവന് മനസ്സിലായി അവനാണ് ആ ഒരു കൊലയാളി എന്ന്. എന്നാൽ ആ ഒരു നിമിഷം പേടിച്ച് പകച്ചു പോയതുകൊണ്ട് തന്നെ ഡാരുവിന് ഈ കാര്യം പോലീസുകാരോട് പറയാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അതേ കൊലയാളി വീണ്ടും 3 പെൺകുട്ടികളെ കൊന്നു. അവസാനം അവനെ പിടിച്ചു. അതായത് അന്ന് അവിടെ വെച്ച് ഡാരു കണ്ട ആ ആള് തന്നെയായിരുന്നു ആ ഒരു സൈക്കോ കില്ലർ. അന്ന് ധൈര്യം കാണിച്ച് അയാളെ പോലീസുകാർക്ക് കാണിച്ചു കൊടുത്തായിരുന്നെങ്കിൽ ആ 2 പെൺകുട്ടികൾ മരിക്കില്ലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു കുറ്റബോധം അവന്റെ ഉള്ളിൽ ഇപ്പോൾ വല്ലാതെ കിടന്ന് നീറുകയാണ്. ഇപ്പൊ തന്നെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വന്ന സമയത്ത് ഈ ആൾക്കൂട്ടത്തിനിടയിൽ മറ്റാരും കാണാത്തൊരു കാര്യം ഡാരു ഇപ്പൊ കാണുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന വലിയൊരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു അജ്ഞാതയായിട്ടുള്ള സ്ത്രീ. ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ട സമയത്ത് ഡാരുവിന് എന്തോ ഒരു പന്തികേട് തോന്നിയാട്ടോ. എന്നാൽ ഇപ്പോഴും അവന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു ഭയം കാരണം അവനൊന്നും മിണ്ടിയില്ല. ഇതേ സമയത്ത് തന്നെ ബിൽഡിങ്ങിന്റെ മുകളിൽ നിൽക്കുന്ന ആ സ്ത്രീയെ കാണിക്കുകയാണ്. കണ്ടാൽ അറിയാം ഇതൊരു സാധാരണ സ്ത്രീയല്ലാന്ന്. ഇവരുടെ പേരാണ് പകുഞ്ചാര. ഇവരാണ് ആ ഒരു കൊലപാതകം ചെയ്ത സ്ത്രീ. മാത്രല്ല കൊലപാതകത്തിന് ശേഷം ആ മനുഷ്യന്റെ ഉള്ളിൽ നിന്നും ഹൃദയം കാണാതായി എന്ന് പറയുന്നില്ലേ, പൊതിഞ്ഞെടുത്ത ആ ഹൃദയം ഈ സ്ത്രീയുടെ കയ്യിലിപ്പോ ഉണ്ട്. ഇതേ നേരം തന്നെ ആ സ്ത്രീയുടെ അരികിലേക്ക് ഒരു പെൺകുട്ടി വരികയാണ്. എന്നാൽ അവളുടെ കണ്ണുകളും അവളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും ഇതൊന്നും കണ്ടാൽ സാധാരണ ഒരു മനുഷ്യ സ്ത്രീയായിട്ട് തോന്നുന്നേയില്ല. എന്തായാലും ആ ഒരു ചെറിയ പെൺകുട്ടി ഇപ്പൊ പകുഞ്ചാരയോട് ചോദിക്കുകയാണ്, എന്താണ് പകുഞ്ചാര, നിന്റെ ഭാഗത്ത് തെറ്റുപറ്റിയോ? പോലീസുകാർ നിന്റെ പിന്നാലെ തന്നെയുണ്ട്, നീ എന്തിനാണ് ഇത്ര ധൃതി കാണിക്കുന്നത്? ഇപ്പൊ പകുഞ്ചാര പറയണ, നമുക്കിനി അധികം സമയമില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ധൃതി കാണിച്ചത്. ഈ സമയത്ത് തന്നെ ആ ഒരു പെൺകുട്ടി പറയാണ്, ശരിയാണ്, നമുക്ക് സമയമില്ല പകുഞ്ചാര, സമയം നഷ്ടമാകുന്നതിന് മുന്നേ തന്നെ നീ അത് പൂർത്തിയാക്കണം. അതുപോലെ തന്നെ എന്തിനാണ് എന്നെ ഭൂമിയിൽ കൊണ്ടുവരാൻ വേണ്ടി നീ ഇത്രത്തോളം കഷ്ടപ്പെടുന്നത്? നീ എന്നെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ പകുഞ്ചാര? ഇപ്പൊ പകുഞ്ചാര പറയാണ്, അങ്ങ് എന്റെ നാഥനാണ്, എനിക്ക് അങ്ങയോട് അത്ര ഇഷ്ടമാണ്. ഇതേ സമയത്ത് തന്നെ ആ പെൺകുട്ടി പറയാണ്, ചിരിച്ചുകൊണ്ട് പറയാണ്, വെറുതെ എന്നോട് നുണ പറയണ്ട പകുഞ്ചാര, നിനക്ക് നിന്റെ യൗവനം തിരിച്ചു വേണം, അതിനു വേണ്ടിയല്ലേ നീ എന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്നത്? കുഴപ്പമൊന്നുമില്ല, അത് നിന്റെ ആഗ്രഹം. പക്ഷേ ഭൂമിയിലേക്ക് വന്നാൽ ഈ ഭൂമി അതടക്കി വാഴാൻ പോകുന്നത് ഞാനാണ്. എന്റെ ആഗ്രഹം സാധിപ്പിച്ചു തന്നാൽ ഉറപ്പായിട്ടും പകുഞ്ചാര നീ എന്താണ് ആഗ്രഹിക്കുന്നത്? നിന്റെ യൗവനമല്ലേ, അത് ഞാൻ നിനക്ക് തന്നിരിക്കും. പക്ഷേ നീ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ആ പെണ്ണില്ലേ നിറാക്ഷി, പരമ്പരയായിട്ട് അവരുടെ കുടുംബക്കാരും അവസാനിപ്പ് അവളും ഞാൻ ഈ ഭൂമിയിലേക്ക് വരുന്നത് തടുക്കാനായിട്ട് കഷ്ടപ്പെട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവളെ ജീവനോടെ വെക്കരുത്. അവളുടെ എല്ലാ പ്ലാനുകളും നീ ഇല്ലാതാക്കണം. എന്നാൽ മാത്രമേ സമാധാനമായിട്ട് എനിക്ക് പുറത്തേക്ക് വരാൻ കഴിയുള്ളൂ. അവളെ ഇപ്പോ ഒരു പ്രാന്താശുപത്രിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. പകുഞ്ചാര, അങ്ങോട്ടേക്ക് പോയിട്ട് നീ അവളെ ആദ്യം കൊന്നുകളയെന്ന് പറയണം. അങ്ങേക്ക് വേണ്ടി തീർച്ചയായിട്ടും ഞാനത് ചെയ്യുന്നു പകുഞ്ചാര പറയണം. ഇതേ സമയത്ത് ആ പെൺകുട്ടിയുടെ ഉള്ളിൽ നിന്നും ആ പൈശാചിക ശക്തി പോവുകയാണ്. അതായത് ആ പെൺകുട്ടി ആരുമല്ല, അവളുടെ ഉള്ളിലേക്ക് ആ പൈശാചിക ശക്തി കയറി പകുഞ്ചാരയോട് സംസാരിച്ചത് മാത്രമാണ്. ഇപ്പൊ മഴയത്ത് നിൽക്കുന്ന ഈ പെൺകുട്ടിയെ നോക്കി പകുഞ്ചാര പറയണം, എന്താണ് മോളെ നീ ഇവിടെ നിൽക്കുന്നത്, വേഗം വീട്ടിലേക്ക് പോകുന്നു പറയണം. ഇതിനുശേഷം കാണിക്കുന്നത് റിപ്പോർട്ടർ ആയിട്ടുള്ള ഡാരു ഉണ്ടല്ലോ, അവന്റെ ബോസിനെയാണ്. ഇപ്പൊ ഡാരുവിനെ വിളിച്ച് അവന്റെ ബോസ് പറയാണ്, ഡാ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സാധനം കിട്ടിയിട്ടുണ്ട്, നീ എന്തായാലും അങ്ങോട്ടേക്ക് പോയിട്ട് അവരുടെ ഒരു ഇന്റർവ്യൂ എടുക്കണം എന്ന് പറയാണ്. അതായത് ഒരു കുടുംബത്തിലെ 4 പേരെ തല വെട്ടിയെടുത്ത് കൊന്ന ഒരു പെണ്ണ്, അവളിപ്പോ പ്രാന്താശുപത്രിയിലുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് നീ അങ്ങോട്ടേക്ക് ചെന്ന് എന്തിനാണ് അവളത് ചെയ്തതെന്ന് മനസ്സിലാക്കണം. എന്നാൽ ഡാരു പറ്റില്ല എന്ന് പറയണം, കുറെ ജോലി വേറെയുണ്ട്. എന്നാൽ അവന്റെ ബോസ് പറയാണ്, തീർച്ചയായും നീ തന്നെ പോയിട്ട് അവളുടെ ഇന്റർവ്യൂ എടുക്കണം, അവളുടെ പേര് നിറാക്ഷി എന്നാണ്. അങ്ങനെ അവസാനം ഡാരു അതിന് സമ്മതിക്കുകയാണ്. ആരെക്കുറിച്ചായി പറയുന്നതെന്ന് മനസ്സിലായോ? സിനിമയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ട ഈ കഥയുടെ കഥാനായികയായിട്ടുള്ള നിറാക്ഷിയെ കുറിച്ച് തന്നെ. അവളിപ്പോൾ ഉള്ളത് ഒരു പ്രാന്താശുപത്രിയിലാണ്. ഇതിനുശേഷം ആ ഭ്രാന്താശുപത്രി കാണിക്കുകയാണ്. അവിടുത്തെ സെല്ലിൽ പൂട്ടിയിട്ട് ഒരുപാടധികം പേഷ്യൻസ് ഉണ്ട്. ആ കൂട്ടത്തിൽ ഒരാൾ അവിടെ ഉണ്ടായിരുന്ന ഒരു വാർഡനോട് ഒരു കാര്യം പറയാണ്, പ്ലീസ് എന്നെ ഒന്ന് ഈ റൂമിൽ നിന്ന് പുറത്തിറക്കൂ, എനിക്കാകെ പേടിയാവുന്നു. മുടിയെല്ലാം നീട്ടിയിട്ട, മുഖത്തെല്ലാം മുറിവുള്ള ഒരു വല്ലാത്ത രൂപം എന്നെ തന്നെ നോക്കി നിൽക്കുന്നു പറഞ്ഞിട്ട് ആ ഭ്രാന്തൻ ആ സെല്ലിന്റെ ഉള്ളിൽ നിന്ന് കരയാണ്. ഈ നേരം അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഗാർഡ് വന്ന് അവന്റെ കയ്യിൽ ഒരു മരുന്ന് കൊടുത്തിട്ട്, ടാ ഭ്രാന്ത, ഇത് കുടിച്ച് ആ മൂലക്ക് പോയി കിടന്നുറങ്ങുന്നു പറഞ്ഞിട്ട് ഈ ഗാർഡ് അവിടുന്ന് പോവാണ്. എന്നാൽ സത്യത്തിൽ ആ ഭ്രാന്തൻ പറഞ്ഞത് സത്യമായിരുന്നു. ആ റൂമിന്റെ ഒരു ഭാഗത്തായിട്ട് കണ്ടാൽ പേടി തോന്നുന്ന ഒരു രൂപം അവനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഭയം കാരണം കട്ടിലിന്റെ ഒരു ഭാഗത്ത് പോയി അവൻ കെടുകയാണ്. ഇതേ നേരം തന്നെ ഇപ്പൊ ഇവിടുന്ന് പോയ ആ ഒരു ഗാർഡ് ഉണ്ടല്ലോ, അവന്റെ പേര് എഡ്വിൻ എന്നാണ്. എഡ്വിൻ ഇപ്പോ അവിടെ ഉണ്ടായിരുന്ന അവരുടെ വാർഡന്റെ അടുത്ത് ചെന്ന് ഒരു കാര്യം പറയുന്നുണ്ട്, എടോ ഒരു പ്രശ്നം ഉണ്ടായി, ആ ചെറുക്കനുണ്ടല്ലോ അവൻ വീണ്ടും എന്തൊക്കെയോ കണ്ടെന്ന് പറയാണ്. അതുപോലെ തന്നെ അവൻ കാണുന്ന ആ രൂപം നമ്മുടെ ഈ ഹോസ്പിറ്റലിലെ പേഷ്യൻസ് ധരിച്ചതുപോലെയുള്ള വസ്ത്രം ധരിച്ചെന്നും പറയുന്നുണ്ട്. എനിക്കെന്തോ ഒരു പേടി പോലെ കുറച്ച് ദിവസം മുന്നേ നമ്മളെല്ലാവരും കൂടെ റേപ്പ് ചെയ്ത് കൊന്ന ആ ഒരു പെണ്ണുണ്ടല്ലോ ആലീസ്, മിക്കവാറും ആ ഒരു പ്രാന്തി പെണ്ണിന്റെ ആത്മാവായിരിക്കും അത്. ഇത് കേട്ട്
ദേഷ്യം വന്ന വാർഡൻ പറയണ, എടാ ഊളെ, നിന്റെ വായ കൊണ്ട് സത്യം മുഴുവൻ ഇങ്ങനെ വിളിച്ച് പറയല്ല, ആരെങ്കിലും കേട്ടാ നമ്മളെല്ലാവരും കിടന്ന് തൂങ്ങുകടാ. അവന്റെ പ്രേതവും ഭൂതവും ഒന്ന് പോയടാ അവിടുന്ന്, വെറുതെ ബാക്കിയുള്ളവരെ കൂടെ പെടുത്താനായിട്ട്. എന്തായാലും ഇപ്പൊ ഒന്നും മിണ്ടാതെ എഡ്വിൻ അവിടുന്ന് പോവാണ്. ഇതേ സമയത്ത് തന്നെ ഇതേ ഹോസ്പിറ്റലിൽ ഒരു സെല്ലിൽ പൂട്ടിയിട്ടിരിക്കുന്ന നിറാക്ഷയെ കാണിക്കുകയാണ്. അവളിന്റെ വയറിന്റെ ഭാഗത്ത് ഇപ്പോഴും ഒരു മുറിവുണ്ട്. ആ മുറിവുണ്ടായത് എങ്ങനെയാണെന്നല്ലേ, അതായത് സിനിമയുടെ ആരംഭത്തിൽ ബാധ കയറിയ ആ പെൺകുട്ടി അവളുടെ അമ്മയും അവളുടെ അനിയനെയും കൊന്നു കളഞ്ഞില്ലേ, എന്നാൽ അവളുടെ അച്ഛനെ കൊല്ലുന്നത് കാണിച്ചില്ല. അവളുടെ അച്ഛനെ കൊന്നത് ഒരു കുറ്റിക്കാട്ടിൽ വെച്ചായിരുന്നു. ആ സമയത്ത് അയാളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന അറ്റാക്ക് കാരണം അവളുടെ വയറിൽ ഒരു മുറിവുണ്ടായിട്ടുണ്ട്. സാധാരണ അവളുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായാൽ അത് പെട്ടെന്ന് ഉണങ്ങേണ്ടതാണ്. ഇപ്പൊ അത് ഉണങ്ങാത്തതിന്റെ കാരണം അവളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരുന്ന ആ ഒരു കത്തി ഇപ്പൊ നിലവിൽ അവളുടെ കയ്യിലില്ല. പാരമ്പര്യമായിട്ട് കിട്ടിയ ആ ഒരു കത്തിയിൽ ചില മാന്ത്രിക ശക്തികളുണ്ട്. അന്ന് കുറ്റിക്കാട്ടിൽ വെച്ച് അയാളുടെ തല വെട്ടിയെടുത്ത സമയത്ത് അവളുടെ കയ്യിൽ നിന്നും ആ ഒരു കത്തി തെറിച്ചു പോയായിരുന്നു. പരിക്കേറ്റ നിറാക്ഷി ആ ഒരു കത്തി എടുക്കാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴേക്കും ഉസ്താദ് ഹാരി നാട്ടുകാരെ എല്ലാവരെയും അങ്ങോട്ടേക്ക് കൂട്ടി വന്നു. അവളെ പിടിച്ച് പോലീസിനും ഏൽപ്പിച്ചു. അതായത് അവളുടെ കയ്യിൽ നിന്നും ആ ഒരു കത്തി ഇപ്പൊ നഷ്ടമായിട്ടുണ്ട്. അത് കയ്യിലേക്ക് കിട്ടാതെ നിറാക്ഷിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്തായാലും ഇതേ രാത്രിയിൽ തന്നെ ഈ ആശുപത്രിയിലേക്ക് ഒരാൾ കൂടെ വരുന്നുണ്ട്. മറ്റാരുമല്ല, പകുഞ്ചാര. ആശുപത്രിയുടെ ഈ ഭാഗത്തേക്ക് വന്ന പകുഞ്ചാര അവിടെ വെച്ച് ഒരാളെ കണ്ടുപിടിക്കുകയാണ്. മോക്ഷം കിട്ടാതെ ഇവിടെ അലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആത്മാവിനെ. ആ ആത്മാവ് ആരാണെന്ന് മനസ്സിലായോ? കുറച്ചു നേരം മുന്നേ ആ വാർഡൻ ഒരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ, ഇവരെല്ലാവരും കൂടെ റേപ്പ് ചെയ്ത് കൊന്ന ആലീസ്. ആ ആലീസിന്റെ ആത്മാവാണ് മോക്ഷം കിട്ടാതെ ഇവിടെ അലഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ആത്മാവിനെ പകുഞ്ചാര കണ്ടുപിടിച്ച് അവളുടെ ഉള്ളിലെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇപ്പൊ ആ ആത്മാവിനോട് പറയാണ്, നിനക്ക് നിന്റെ പ്രതികാരം വീട്ടാനായിട്ടുള്ള ശക്തി വേണ്ടേ, അതിനൊരു ശരീരം വേണ്ടേ, നിനക്ക് ഞാനത് തരാം. നിനക്ക് മതി വരുവോളം നീ നിന്റെ പക വീട്ട്, എന്നാൽ അത് കഴിഞ്ഞ് നീ എനിക്ക് പ്രത്യുപകാരം ചെയ്യണം. ഈ ആശുപത്രിയിൽ തന്നെയുള്ള ഒരു പെണ്ണിനെ നീ എനിക്ക് വേണ്ടി കൊന്നു തരണം, ആ നിറാക്ഷിയെ. അങ്ങനെ ആ ഡീലിന് ആലീസിന്റെ ആത്മാവ് ഓക്കെ പറയാണ്. ഇതിനുശേഷം പകുഞ്ചാര ചില മന്ത്രങ്ങൾ ചൊല്ലി അവളുടെ കയ്യിൽ ചെറിയൊരു കത്തി കൊണ്ടൊരു മുറിവുണ്ടാക്കി ആ രക്തം ഇപ്പോ ഈ ഒരു ആത്മാവിന്റെ വായിലേക്ക് ഉറ്റിച്ചു കൊടുക്കുകയാണ്. അതോടുകൂടിയിട്ട് അവൾക്കൊരു ശരീരം കിട്ടി, അവൾക്ക് ആവശ്യമായിട്ടുള്ള ശക്തിയും കിട്ടി. ഇനി പോയി അവളുടെ ജോലി ചെയ്തു തീർക്കാൻ വേണ്ടി ഈ ആത്മാവിനോട് പറയണം. അതുപോലെ തന്നെ പകുഞ്ചാരയ്ക്ക് ഈ ആശുപത്രിയിൽ മറ്റൊരു ജോലിയുണ്ട്. ഇവള് നേരെ പോകുന്നത് അവിടെ തന്നെ ഉണ്ടായിരുന്ന ഗർഭിണിയായിട്ടുള്ള ഒരു ഭ്രാന്തിയുടെ അടുത്തേക്കാണ്. ഇതേ സമയത്ത് തന്നെ നമ്മൾ നേരത്തെ കണ്ട ഒരു ഗാർഡ് ഉണ്ടല്ലോ, എഡ്വിൻ, അവനെ കാണിക്കുകയാണ്. അവന് വാഷ് ബേസിലേക്ക് പോയിട്ട് മുഖം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അവന്റെ വാർഡനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയാൾ ആരാ എന്നെ ചീത്ത പറയാൻ മാത്രം? ഒരവസരം കിട്ടട്ടെ, അവന്റെ അടപ്പ് നോക്കി ഒന്ന് കൊടുക്കണോ? എന്നാൽ ഈ സമയത്താണ് ബാത്റൂമിന്റെ ഭാഗത്തു നിന്നും എന്തൊക്കെയോ ചില ശബ്ദങ്ങൾ ഈ എഡ്വിൻ കേൾക്കുന്നത്. അവൻ പതിയെ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ ഒരു ബാത്റൂമിന്റെ ഉള്ളിൽ നിന്നും ആരൊരാള് ഒരു കപ്പ് എടുത്ത് പുറത്തേക്ക് ഇടുകയാണ്. ആരാണ് ഈ സമയത്ത് ഇത് ചെയ്തത് എന്ന് കരുതിയിട്ട് ആ പാട്ട എടുത്ത് അവൻ ആ ഒരു ബാത്റൂമിൽ തന്നെ കൊണ്ടുപോയി വെക്കുകയാണ്. പാട്ട എന്ന് വെച്ചാൽ മഗ്, കപ്പ് എന്നൊക്കെ പറയട്ടോ, നമ്മുടെ ഇവിടെ പാട്ടാന്ന് പറയും. എന്തായാലും ബാത്റൂമിൽ ആ ഒരു കപ്പ് വെച്ച് അവൻ തിരിച്ചു വരുന്ന സമയത്ത് ആരോ പിന്നിൽ നിൽക്കുന്നത് പോലെ അവന് തോന്നി. പതിയെ ഒരു കൈ വന്ന് അവന്റെ ഷോൾഡറിൽ വെക്കുകയാണ്. അവന് മനസ്സിലായി പണി പാളിയെന്ന്. അലറി വിളിച്ചുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ബാത്റൂമിന്റെ ഉള്ളിലേക്ക് ഓടിക്കയറി അവൻ വാതിലടക്കാണ്. ഇതേ സമയത്ത് വാതിലിന്റെ മുന്നിലൂടെ പ്രത്യേക രീതിയിൽ കരഞ്ഞുകൊണ്ട് ഒരു വല്ലാത്ത ശബ്ദം ഉണ്ടാക്കിയിട്ട് ആരോ നടക്കുന്നതായിട്ട് അവന് കാണാൻ കഴിയുന്നുണ്ട്. അത് തന്നെ ആ ഒരു ആത്മാവ്. എന്തായാലും ഭയന്ന് വിറച്ച് ആ ബാത്റൂമിലിരിക്കുന്ന ഈ എഡ്വിന്റെ ദേഹത്തേക്ക് രക്തത്തുള്ളികൾ അങ്ങ് ഉറ്റുകയാണ്. അവൻ പതിയെ മുകളിലേക്ക് നോക്കിയപ്പോ ഒരു എട്ടുകാലിയെ പോലെ ആ ചുമരിൽ പറ്റിപ്പിടിച്ചു കിടക്കുന്ന ആലീസിന്റെ ആത്മാവ് അവന് നേരെ ചാടി വീഴാണ്. പിന്നീട് കേൾക്കുന്നത് അവന്റെ ഒരു അലർച്ചയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോ തന്നെ ഡാരു മിറാക്ഷിയെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ഈ ആശുപത്രിയിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ വെച്ച് അവിടുത്തെ ആ ഒരു ഡോക്ടറെ പരിചയപ്പെട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് മിറാക്ഷിയുമായിട്ട് സംസാരിക്കാനുള്ള ഒരു സെറ്റപ്പ് അവർ ചെയ്തു കൊടുക്കുകയാണ്. ഒരു റൂമിൽ ഒരു ടേബിളിൽ അവളുടെ കൈയെല്ലാം ലോക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് പോയ റെക്കോർഡർ ഓൺ ആക്കി വെച്ച് ഡാരു ഇപ്പൊ മിറാക്ഷിയോട് ചോദിക്കുന്നുണ്ട്, മിറാക്ഷി നീ ആരാണ്? നിനക്ക് എന്താണ് പറ്റിയത്? എന്തിനാണ് ഒരു കുടുംബത്തിലെ 4 പേരെ അതിക്രൂരമായിട്ട് നീ കൊന്നത്? ആ കൂട്ടത്തിൽ ഒരു ചെറിയ പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും ഉണ്ടായിരുന്നു. എന്തിനായിരുന്നു ഈ ക്രൂരത? ഇപ്പൊ നിറാക്ഷി പറയാണ്, ഞാൻ ഇതൊന്നും ചെയ്യുന്നത് എന്റേതായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ഈ മനുഷ്യരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, ഈ ഭൂമിയിലേക്ക് വരാനിരിക്കുന്ന ഒരുത്തിനെ തടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു കാര്യം കേട്ടാൽ നിങ്ങൾ എന്തായാലും ബാക്കിയുള്ളവരെ പോലെ വിശ്വസിക്കാൻ പോകുന്നില്ല, പിന്നെ ഞാൻ എന്തിന് ഇത് പറയണം? എന്തായാലും ഈ നിറാക്ഷിയുടെ സംസാരം കേട്ട സമയത്ത് ഡാരുവിനൊരു കാര്യം മനസ്സിലായി. ഒരു പക്ക ഭ്രാന്തിയാണ് ഈ ഒരു പെണ്ണ്. ഇവള് പറയുന്ന കാര്യം കേട്ട് ഇവളുടെ ഇന്റർവ്യൂ എടുക്കാൻ എനിക്കെന്താ ഭ്രാന്താണോ എന്ന് വിചാരിച്ച് അവൻ അവിടുന്ന് പോകാൻ നിൽക്കുന്ന സമയത്ത് നിറാക്ഷി ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ഈ ഇടയായിട്ട് കുറച്ച് കൊലപാതകങ്ങൾ നടന്നായിരുന്നില്ലേ? മരണപ്പെട്ട ആ ആൾക്കാരുടെ ഉള്ളിൽ നിന്നും അവരുടെ ഹൃദയങ്ങൾ കാണാതായിട്ടുണ്ടോ? ഈ കാര്യം നിറാക്ഷി ചോദിച്ചപ്പോ ശരിക്കും ഡാരു ആകെ ഞെട്ടിപ്പോയി. കാരണം അവനും അവന്റെ കുറച്ച് പോലീസ് സുഹൃത്തുക്കൾക്ക് മാത്രം അറിയാവുന്ന ഈ ഒരു കാര്യം എങ്ങനെയാണ് ഭ്രാന്താശുപത്രിയിൽ കിടക്കുന്ന ഈ പെണ്ണിനെ അറിയുന്നത്? എന്തായാലും അവനൊന്നും ആകെ ഞെട്ടിപ്പോവാണ്. ഇതേ നേരം ആ ആശുപത്രിയിലെ ഒരു ജോലിക്കാരൻ ഈ ബാത്റൂമിന്റെ ഭാഗമൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഭാഗത്തൂടെ രക്തം ഒലിച്ചു വരുന്നത് ഇയാൾ കാണുകയാണ്. അപ്പോ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇയാൾ രക്തം വന്ന ആ ഒരു ഭാഗത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ബാത്റൂമിന്റെ ഒരു ഭാഗത്തായിട്ട്
ഒരാളുടെ മൃതദേഹം കാണുകയാണ്. സാധാരണ രീതിയിലല്ല, വളരെ ബ്രൂട്ടലായിട്ട് ആ ശരീരം പിച്ച് ചീന്തിരിക്കുകയാണ്. 2 കൈയും കാലും ആ ശരീരത്തിൽ നിന്നും പറിച്ചെടുത്തിട്ടുണ്ട്. മറ്റാരുടേതല്ല, ഇന്നലെ രാത്രി ഇവിടെ ജോലി ചെയ്തിരുന്ന ഇവിടുത്തെ ഗാർഡായിട്ടുള്ള എഡ്വിന്റെ ബോഡി ആയിരുന്നു അത്. ആലീസിന്റെ ആത്മാവാണ് അവനോട് ഇങ്ങനെ ചെയ്തത്. ആ കാഴ്ച കണ്ട് ഇയാൾ അലറി വിളിച്ച് കരയുമ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് ഓടിപ്പോവാൻ നോക്കുക. ഈ ശബ്ദം കേട്ട് എല്ലാവരും പോകുന്നതിന്റെ കൂടെ ഇപ്പൊ ഡാരുവും പോവാൻ നോക്കുമ്പോൾ നിറാക്ഷി വേഗം തന്നെ അവന്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറയാണ്, എനിക്ക് നിന്റെ ഒരു സഹായം വേണം. എന്റെ കത്തി അത് നഷ്ടമായിട്ടുണ്ട്, എങ്ങനെയെങ്കിലും എനിക്കത് നീ തിരിച്ചു കൊണ്ടുതരണം. പെട്ടെന്ന് തന്നെ അവന്റെ കയ്യിൽ കയറി പിടിച്ചാണ് അവളെ സംസാരിക്കുന്നത്. അതേ നേരം തന്നെ അങ്ങോട്ടേക്ക് വന്ന ഗാർഡ്സ് അവളെ പിടിച്ച് വലിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് അവന്മാർക്കിട്ട് 2 കൊടുത്ത് നിറാക്ഷി വന്ന് അവന്റെ കയ്യിൽ വീണ്ടും പിടിച്ചിട്ട് പറയാണ്, എനിക്ക് വാക്കുതാ, എനിക്ക് എന്റെ കത്തി തിരിച്ചു വേണം. ഇപ്പൊ 4 കൊലപാതകങ്ങൾ നടന്നു കഴിഞ്ഞില്ലേ, ഇനി 3 കൂടെ. അത് ചെയ്തു കഴിഞ്ഞാൽ അവൾക്ക് അവനെ കൊണ്ടുവരാൻ കഴിയും. അത് തടുക്കണം. മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത്. എനിക്ക് വാക്കുതാ, എന്റെ കത്തി കണ്ടുപിടിച്ചിരുന്നു. ആ സമയത്ത് അവളോട് എന്ത് പറയണമെന്നറിയാതെ ഡാരു അവസാനം പറയാണ്, നിറാക്ഷി നീ പറഞ്ഞതുപോലെ കത്തി ഞാൻ കണ്ടുപിടിച്ച് തരാം. അപ്പോഴേക്കും ഗാർഡുകൾ അവളെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകണം. ആ നേരത്തും അവൾ ഉറക്കനെ പറയുന്നുണ്ട്, ഡാരു നീ എനിക്ക് വാക്ക് തന്നതാണ് എന്റെ കത്തി തിരിച്ചു തരുമെന്ന്, അത് ഉറപ്പായിട്ട് നീ കണ്ടുപിടിക്കണം എന്ന് പറയാണ്. എന്തായാലും ഈ ഒരു സമയത്ത് നന്നായിട്ട് തന്നെ പകച്ചു നിൽക്കുകയാണ് ഡാരു. ഈ സമയത്ത് മറ്റൊരു ഭാഗത്ത് പകുൻചാര അവളുടെ അടുത്ത ഇരയെ തേടി പോവാണ്. ഒരു വഴിയിലൂടെ നടന്നു പോകുന്ന ഒരു അച്ഛനെയും മകനെയും അവൾ കണ്ടു. ആ മനുഷ്യനെ കൊന്ന് അയാളുടെ ഹൃദയം അവൾ പറിച്ചെടുക്കുകയാണ്. അതേ നേരം തന്നെ ആ മനുഷ്യന്റെ മകന്റെ ഉള്ളിലേക്ക് അവളിപ്പോ കൊണ്ടുവരാൻ പോകുന്ന ആ ഒരു പൈശാചിക ശക്തി ഉണ്ടല്ലോ, അത് ആ കുട്ടിയുടെ ഉള്ളിലേക്ക് കയറിയിട്ട് അവളോട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. പകുഞ്ചര നമ്മുടെ ഈ ഒരു ദൗത്യത്തെ തടയാനായിട്ട് അവൾ തയ്യാറെടുക്കുകയാണ്. നിറാക്ഷി അവൾക്ക് വേണ്ടി അവളുടെ കത്തി തിരിച്ചെടുത്തു കൊടുക്കാനായിട്ട് ഒരാൾ ഇറങ്ങിയിട്ടുണ്ട്. അവനെയും കണ്ടുപിടിക്കണം, അവളെയും കണ്ടുപിടിച്ച് കൊല്ലണം. ഇപ്പൊ ആ കുട്ടിയുടെ മുന്നിൽ മുട്ടുകുത്തിയിരിക്കുന്ന പകുഞ്ചാര അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്തോളാന്ന് പറയണം. അതേ നേരം കുട്ടിയുടെ ഉള്ളിൽ നിന്നും ആ പൈശാചിക ശക്തി പോകുന്നുണ്ട്. അതിനുശേഷം ആ ഒരു കുഞ്ഞ് കരഞ്ഞുകൊണ്ട് തന്നെ മരിച്ചു കിടക്കുന്ന അതിന്റെ അച്ഛന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആ മനുഷ്യന്റെ ഉള്ളിൽ നിന്നും അയാളുടെ ഹൃദയം പകുഞ്ചാര പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ മറ്റൊരു ഭാഗത്ത്, അതായത് ഹോസ്പിറ്റലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ ഡാരുവിനെ കാണിക്കുകയാണ്. ഡാരു അപ്പം തന്നെ അവന്റെ പോലീസ് സുഹൃത്തിനെ വിളിച്ചിട്ട് അവനിപ്പോ ഇന്റർവ്യൂ ചെയ്ത ഭ്രാന്തിയായിട്ടുള്ള നിറാക്ഷി ഉണ്ടല്ലോ, അവളുടെ കേസിനെ കുറിച്ച് അവന്റെ സുഹൃത്തിനോട് സംസാരിക്കുകയാണ്. അതായത് അവൾ കൊന്ന ആ ഒരു 4 പേരുടെ ലിസ്റ്റ് എനിക്ക് വേണം, അതുപോലെ തന്നെ ആ കേസുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും വേണമെന്ന് പറയണം. അല്ല എന്താണ് ഇപ്പൊ ഈ ഒരു കേസിൽ നിനക്ക് ഇത്ര ഇൻട്രസ്റ്റ്, എന്തെങ്കിലും കാരണം ചോദിക്കുമ്പോൾ ഇപ്പൊ ഡാരു പറയണേ, അതൊന്നുമില്ല, എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അതുപോലെ തന്നെ അവന്റെ പോലീസ് സുഹൃത്ത് മറ്റൊരു കാര്യം കൂടെ പറയാണ്, അതായത് 4 കൊലപാതകം നടന്നു എന്ന് പറഞ്ഞില്ലേ, ഹൃദയം മോഷ്ടിക്കപ്പെട്ട രീതിയിൽ അതുപോലെ 5ാമതൊന്നുകൂടെ നടന്നു എന്ന് ഡാരുവിനോട് അവന്റെ സുഹൃത്ത് പറയാണ്. വിഷയം കേട്ട ഡാരു ഒന്ന് ഞെട്ടുന്നുണ്ട്. കാരണം ഇത് വെറും ഒരു കൊലപാതകമല്ലല്ലോ, ഇതിന്റെ പിന്നിൽ വ്യക്തമായ പദ്ധതികളുണ്ടല്ലോ. ഇതേ നേരം നിറാക്ഷിക്ക് മയക്കുസൂചിയും കുത്തിവെച്ച് അവളെ അവളുടെ സെല്ലിൽ ഒരാൾ കൊണ്ടുപോയി കെടുത്തുന്നുണ്ട്. ആ സമയത്ത് അവളെ സെക്ഷുവലി അബ്യൂസ് ചെയ്ത് ഇയാൾ പറയണം, ഒരു ദിവസം നിന്നെ എന്റെ കയ്യിൽ കിട്ടുപടി, അന്ന് ഞാൻ നിന്നെ എടുത്തോളാന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോവാണ്. അപ്പോഴും അവളുടെ ബോധം വന്നിട്ടില്ല. ഇതേ സമയത്ത് തന്നെ നിറാക്ഷി കൊന്നു കളഞ്ഞ ആ 4 പേര് അല്ലെങ്കിൽ ആ ഒരു ഫാമിലി ഉണ്ടല്ലോ, അവരുടെ ഡീറ്റെയിൽ കിട്ടിയ നമ്മുടെ ഡാരു നേരെ ആ നാട്ടിലേക്ക് പോവാണ്. അന്ന് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഉസ്താദ് ഹാരി ഉണ്ടല്ലോ, അദ്ദേഹത്തെ കണ്ട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. ഉസ്താദ് ഹാരി അയാൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ അയാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ബോധമില്ലാതെ ആ സെല്ലിൽ കിടന്നിരുന്ന നിറാക്ഷിക്ക് ബോധം വരികയാണ്. ബോധം വന്ന സമയത്തിന് അവളുടെ ആ ഒരു കെട്ടുകള് അവൾ വലിച്ച് പൊട്ടിച്ച് കളയുന്നുണ്ട്. ഈ സമയത്താണ് അതിലൂടെ വാർഡനും അവരുടെ കൂടെ ഒരു ലേഡിയും പോകുന്നത്. അപ്പൊ തന്നെ നിറാക്ഷി പോയിട്ട് ഉറങ്ങിയതുപോലെ കിടക്കുകയാണ്. അവര് രണ്ടുപേരും സംസാരിക്കുന്നതും അവൾ കേൾക്കുന്നുണ്ട് കേട്ടോ. അതായത് ആ ലേഡി ഇപ്പൊ വാർഡനോട് പറയാണ്, രാത്രി ആയി കഴിയുമ്പോൾ എന്താണോ ഇവിടെ ഈ നടക്കുന്നത്. മറ്റേ സെൽ നമ്പർ 2 ആ ഒരു പെണ്ണ് ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് അവള് പ്രഗ്നന്റ് ഒന്നും ആയിരുന്നില്ല, ഇപ്പൊ അവള് ഗർഭിണിയാണ്, പ്രസവിക്കാനായിട്ടുണ്ട്. ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണ്? അതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ മരിച്ചുപോയ ആലീസ് എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടി, അവൾ എങ്ങനെയാ മരിച്ചത്? ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ എല്ലാവരും കുടുങ്ങും. അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ വാൺ ചെയ്യാണ്, കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും ചെയ്തോ. ഇതിനുശേഷം ഉസ്താദ് ഹാരിയുമായിട്ട് സംസാരിക്കുന്ന ഡാരുവിനെ കാണിക്കുകയാണ്. ഉസ്താദ് ഹാരി ഇപ്പോൾ അവനെയും കൂട്ടിയിട്ട് ഗ്രാമത്തിലെ ഒരു മുളങ്കാടിന്റെ ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. പോകുന്ന സമയത്ത് ഉസ്താദ് ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് പണ്ട് ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഭയങ്കരമായിട്ട് ലഹരി ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു. ഒരു സമയത്ത് ലഹരിയുടെ ഓവർഡോസ് കാരണം ഞാൻ സ്നേഹിച്ചിരുന്ന എന്റെ പെണ്ണ് അവളും ഇതുപോലെ ഡ്രഗ്സ് ഉപയോഗിക്കായിരുന്നു. ഓവർഡോസ് കാരണം അവള് മരിച്ചുപോയി. എന്നാൽ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തിയ പോലീസുകാരും നാട്ടുകാരും കൂടെ എന്നെ രക്ഷപ്പെടുത്തി. സത്യം പറഞ്ഞാൽ എനിക്ക് 2ാമതൊരു ലൈഫ് കിട്ടി. എന്റെ ദൈവമാണല്ലോ 2ാമതൊരു ലൈഫ് എനിക്ക് തന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ മാർഗത്തിൽ പോവുക എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഒരു ഉസ്താദായിട്ട് ജീവിക്കുന്നത്. മാത്രമല്ല നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ, ഒരുപാട് ദുരൂഹ മരണങ്ങൾ നടന്ന സ്ഥലമാണിത്. പണ്ടൊരു മകനെ ഒരു അച്ഛൻ വെട്ടിക്കൊന്നിട്ടുണ്ട് ഈ സ്ഥലത്ത്. പലരും രാത്രിയാകുമ്പോൾ പല കാര്യങ്ങളും ഇവിടെ വെച്ച് കാണാറുണ്ട്. എല്ലാവർക്കും ഇങ്ങോട്ടേക്ക് വരാൻ ഭയങ്കര പേടിയാണ്. അന്ന് നിറാക്ഷി ബാധ കയറിയ ആ ഒരു പെൺകുട്ടിയുടെ അച്ഛന്റെ തല അറുത്തു കൊന്നത് ഇവിടെ വെച്ചാണ്. അയാളുടെ ദേഹത്തും എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അയാളും ഒരുപാട് അവളെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒളിച്ചിരുന്ന് ഞാൻ അതെല്ലാം അന്ന് രാത്രി കണ്ടു കേട്ടോ. ഞാൻ ആകെ പേടിച്ചു പോയിരുന്നു. പിന്നീടാണ് ഞാൻ നാട്ടുകാരെ കൂട്ടി വന്നിട്ട്
അവള് പിടിച്ചു കിട്ടിയത്. എന്നാൽ ഞങ്ങളെല്ലാവരും എത്തിയപ്പോഴേക്കും ആ മനുഷ്യന്റെ തല ഇവള് വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. ദാ ഇവിടെ വെച്ചാണ് ആ ഒരു സംഭവം നടന്നത്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഡാരി ചോദിക്കുകയാണ്, അല്ല അന്ന് നിറാക്ഷി ഉപയോഗിച്ച ആ ഒരു കത്തി ഉണ്ടല്ലോ, അത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നു ഉസ്താദെ എന്ന് ഇയാളോട് ചോദിക്കുമ്പോൾ ഉസ്താദ് ഹാരി പറയണത്, അങ്ങനൊരു ആയുധം ഇല്ല, എനിക്ക് ഓർമ്മയില്ല, അതെവിടെയാണെന്ന് എനിക്ക് അറിയില്ല. ഈ സമയത്താണ് ഡാരുവിനെ അവന്റെ പോലീസ് സുഹൃത്ത് വിളിക്കുന്നത്. അതായത് നിറാക്ഷിയുടെ കേസുമായി ബന്ധപ്പെട്ട് ആ ഗ്രാമത്തിലേക്ക് അവൻ പോയല്ലോ, അപ്പൊ അതിനെക്കുറിച്ച് എന്തെങ്കിലും ലീഡ് കിട്ടിയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ആ സുഹൃത്ത് വിളിച്ചിരിക്കുന്നത്. എന്നാൽ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് തന്നെ ഡാരു പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നഗരത്തിൽ നടക്കുന്ന ആ കൊലപാതകങ്ങൾ, അതുപോലെ തന്നെ ഈ ഗ്രാമത്തിൽ നടന്ന ഈ 4 കൊലപാതകങ്ങൾ, ഇത് തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. ഞാൻ എന്തായാലും വരാൻ നിൽക്കുകയാണ്, നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാന്ന് ഇപ്പൊ ഡാരു പറയാണ്. ഇതിനുശേഷം നമ്മുടെ ഉസ്താദിനെ കുറച്ച് കാശെല്ലാം കൊടുത്തിട്ട് ഡാരു ഇവിടുന്ന് പോവാണ്. ഈ കാര്യം അവിടെ ഒളിച്ചിരുന്ന ഒരാൾ കാണുന്നുണ്ടായിരുന്നു, മറ്റാരുമല്ല പകുഞ്ചാര. ഇവര് സംസാരിക്കുന്നത് കേട്ട പകുഞ്ചാര അവളുടെ കൈ മുറിച്ച് ചെറിയ രക്തം വരുത്തി ആ രക്തം കൊണ്ട് അവിടുത്തെ മുളയിൽ ചില മാന്ത്രിക വാക്യങ്ങൾ എഴുതുകയാണ്. അതായത് അവിടെ എന്തോ ഒരു മന്ത്രവാദം അവൾ ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ ഒരു മുളങ്കാട് വിട്ട് ഡാരു പുറത്തേക്ക് പോയി. എന്നാൽ ഉസ്താദ് ഹാരിക്ക് ആ കാട് വിട്ട് പോകാൻ കഴിയുന്നില്ല. ഒരു മെയ്സിന്റെ ഉള്ളിൽ പെട്ടതുപോലെ തന്നെ അയാൾ എത്ര ഇവിടെ നിന്ന് പുറത്തേക്ക് പോയാലും അവസാനം ഇതിന്റെ ഉള്ളിലേക്ക് തന്നെ വരികയാണ്. ഒരു ഘട്ടത്തിലാണ് ഉസ്താദിന് മനസ്സിലായത് അയാൾ എന്തോ ഒരു മാന്ത്രിക വലയത്തിൽ പെട്ടുപോയി. എങ്ങോട്ടേക്ക് പോകണമെന്നറിയാതെ ആകെ പകച്ച് ഭയന്ന് നിൽക്കുന്ന സമയത്ത് പെട്ടെന്നൊരു സ്ത്രീ അയാളുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അങ്ങോട്ടേക്ക് പോ എന്ന് വഴി കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ ഉസ്താദ് ഹാരിക്ക് ഒരു കാര്യം മനസ്സിലായി. തന്റെ മുന്നിൽ നിൽക്കുന്ന ആ ആള്, ആ സ്ത്രീ അത് മറ്റാരുമല്ല, ഒരു കാലത്ത് അവൻ ഒരുപാട് പ്രണയിച്ചിരുന്ന അവന്റെ പ്രണയിനിയായിട്ടുള്ള യൂണായിരുന്നു. അത് മനസ്സിലാക്കിയ അപ്പൊ തന്നെ ഉസ്താദ് ഹാരി പറയാണ്, യൂൺ എന്നോട് നീ ക്ഷമിക്കണം, അറിയാതെ പറ്റിപ്പോയതാണ്, ഞാൻ കാരണമാണ് നീ മരിച്ചു പോയത്, എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്തേക്ക് പോവാണ്. ഇതേ സമയത്ത് തന്നെ ആ രൂപം അവന് നേരെ നോക്കുന്നുണ്ട്. എന്നാൽ അതിന് വ്യക്തമായ ഒരു മുഖമില്ലായിരുന്നു. അത് കണ്ട് ഭയന്ന് നിൽക്കുന്ന ഈ ഉസ്താദ് ഹാരിയെ പിന്നിൽ നിന്നും പകുഞ്ചാര ആക്രമിച്ച് അയാളുടെ ഹൃദയം പറിച്ചെടുക്കുകയാണ്. അതായത് പകുഞ്ചാരയ്ക്ക് വേണ്ട 7 ഹൃദയങ്ങളിൽ 6 ഇപ്പൊ അവളുടെ കയ്യിലായി കഴിഞ്ഞു. അതായത് 6ാമത്തെ കൊലപാതകവും അവൾ ചെയ്തു കഴിഞ്ഞു. അതുപോലെ തന്നെ ഡാരുവിനെ നോക്കുകയാണെങ്കിൽ അവനും ആ ഒരു മാന്ത്രിക വലയത്തിൽ ചെറുതായിട്ട് പെട്ടുപോയിട്ടുണ്ടായിരുന്നു. വന്ന സ്ഥലത്തേക്ക് തന്നെ അവൻ വീണ്ടും എത്തുകയാണ്. ഒരു വലിയ ട്രാപ്പിൽ അവൻ പെട്ടു എന്ന് അവനിപ്പോ മനസ്സിലായി. അതുപോലെ തന്നെ അവന്റെ മുന്നിൽ ഇപ്പൊ ചെറിയൊരു പെൺകുട്ടി നിൽക്കുകയാണ്. ഒരു നോട്ടത്തിൽ അവന് മനസ്സിലായി അത് ആരാണെന്ന്. അന്ന് ആ സൈക്കോ കില്ലർ കൊന്ന ആ ഒരു പെൺകുട്ടിയായിരുന്നു. അവന് വേണമെങ്കിൽ ആ പെൺകുട്ടിയെ കൊന്ന കില്ലറെ കാണിച്ചു കൊടുക്കായിരുന്നു. പക്ഷെ അവന്റെ പേടി കാരണം അവനത് ചെയ്തില്ല. അപ്പൊ ആ ഒരു പെൺകുട്ടിയോട് ക്ഷമ ചോദിച്ചുകൊണ്ട് അവൻ അതിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇപ്പൊ ആ ഒരു പെൺകുട്ടി അവനെ നോക്കിയ സമയത്ത് ആ പെൺകുട്ടിക്കും വ്യക്തമായ ഒരു മുഖമില്ലായിരുന്നു. ഭയന്ന് വിറച്ച് അവൻ എങ്ങനെയൊക്കെയോ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അതായത് പകുഞ്ചാരയുടെ കയ്യിൽ നിന്നും ഒരു മുടിനാരിഴയ്ക്ക് അവൻ രക്ഷപ്പെട്ടു എന്ന് പറയാം. ഇതേ സമയത്ത് തന്നെ ആ ഒരു പ്രാന്താശുപത്രിയിൽ കാണിക്കുകയാണ്. അവിടെ സെല്ലിൽ പൂട്ടിയിട്ടിരിക്കുന്ന നിറാക്ഷിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, എങ്ങനെയെങ്കിലും പുറത്തേക്ക് കടക്കണം. കാരണം പകുഞ്ചാര ചെയ്യാൻ പോകുന്ന അവളുടെ ആ ഒരു കർമ്മങ്ങൾ അതിനെ തീർച്ചയായിട്ടും തടുത്തേ മതിയാവുള്ളൂ. അങ്ങനെ മുകളിലുണ്ടായിരുന്ന ആ ഒരു ഫാൻ അത് ഊരിക്കളഞ്ഞ് അതിന്റെ ആ ചെറിയൊരു ടണൽ പോലത്തെ ഭാഗം ഉണ്ടല്ലോ, അതിലൂടെ അവൾ അങ്ങനെ രക്ഷപ്പെട്ടു പോകുമ്പോൾ ഒരു കാര്യം കാണുകയാണ്. അപ്പുറത്തെ സെല്ലിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്യാൻ നോക്കുന്ന അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ഗാർഡ് അവളൊന്നും നോക്കിയില്ല. അവിടുത്തെ ആ ഒരു ഫാൻ ഊരിക്കളഞ്ഞ് താഴേക്ക് ഇറങ്ങിയിട്ട് ഇവനെ നല്ല ഇഞ്ച കുത്തു കണ്ടോ ചവിട്ടി തെറിപ്പിക്കുന്നുണ്ട് പുറത്തേക്ക്. ചെറ്റത്തരം കാണിക്കുന്നവറ നായ. അപ്പോഴേക്കും വേറെയും ഗാർഡുകൾ അങ്ങോട്ടേക്ക് ഓടിയെത്തുകയാണ് കേട്ടോ. എല്ലാത്തിനിട്ടും അവള് നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഒരു ഘട്ടത്തിൽ ഇവരെല്ലാവരും കൂടെ അവളെ പിടിച്ചു കെട്ടി നേരെ അന്ന് ഡാരു ഇന്റർവ്യൂ ചെയ്യാൻ വന്ന സമയത്ത് ഒരു റൂമിലാക്കിയില്ലേ, ആ റൂമിൽ തന്നെ കൊണ്ടുപോയാക്കുകയാണ്. കാരണം അവിടെ ഡാരു ഉണ്ടായിരുന്നു. ഡാരുവിനോട് അവളോട് സംസാരിക്കാനെന്നുണ്ടായിരുന്നു. ഇപ്പൊ ഡാരു അങ്ങോട്ടേക്ക് വന്ന് അവളോട് ഒരു കാര്യം ചോദിക്കുകയാണ്. ശരി, നീ പറയുന്നതൊക്കെ ഞാൻ വിശ്വസിക്കാം, പക്ഷെ എനിക്കറിയണം എന്താണ് ഇവിടെ നടക്കുന്നത്, എല്ലാത്തിന്റെയും ആരംഭം അത് എവിടെ നിന്നാണ്. കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിറാക്ഷി, അതുകൊണ്ട് നീ എല്ലാ സത്യവും എന്നോട് പറയണമെന്ന് പറയണം. അങ്ങനെ നിറാക്ഷി ആ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. നരകത്തിലുള്ള ഒരു ചെകുത്താൻ ഒരുപാട് കുറേയധികം വർഷം മുന്നേ തന്നെ അവൻ നമ്മുടെ ഭൂമിയിലേക്ക് വരാനായിട്ട് പല തവണയായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ വന്നിട്ട് വരെ ഉണ്ടായിരുന്നു. അന്നുണ്ടായിരുന്ന എന്റെ പൂർവികർ അവരാണ് ആ ഒരു ചെകുത്താനെ തടുത്തതും നശിപ്പിച്ചതും ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞയച്ചതും. അതിനായിട്ട് ഞങ്ങളുടെ കുടുംബത്തിന് ഒരു മാന്ത്രിക കത്തി ഉണ്ടായിരുന്നു. ഇത്രയും കാലം ആ പൈശാചിക ശക്തി ഭൂമിയിലേക്ക് വരാതിരിക്കാനായിട്ട് ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഞാനും അതിന് തന്നെയാണ് ശ്രമിക്കുന്നത്. പക്ഷെ ഓരോ കാലഘട്ടത്തിലും ആ പൈശാചിക ശക്തിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാനായിട്ട് അതിന്റെ ഓരോ അടിമകൾ വരാറുണ്ട്. ഇപ്പോഴത്തെ ആ പൈശാചിക ശക്തിയുടെ അടിമ എന്ന് പറയുന്നത് പകുഞ്ചാര എന്നൊരു സ്ത്രീയാണ്. അവളാണ് ആളുകളെ കൊന്ന് ആളുകളുടെ ഹൃദയം പറിച്ചെടുക്കുന്നത്. പകുഞ്ചാരയുടെ കർമ്മങ്ങൾ അതൊരിക്കലും പൂർത്തിയാകാൻ പാടില്ല. അത് പൂർത്തിയായി കഴിഞ്ഞാൽ ആ പൈശാചിക ശക്തി വീണ്ടും ഭൂമിയിലേക്ക് വരും. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. എന്തായാലും ഈ പ്രശ്നങ്ങളുണ്ടല്ലോ, ഇതിൽ നിന്നും ഞാൻ എല്ലാവരെയും രക്ഷിക്കാനാണ് നോക്കുന്നത്. കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ ഡാരുവിനോട് ഇപ്പൊ നിറാക്ഷി പറഞ്ഞു കൊടുത്തു. ഇതേ സമയത്ത് തന്നെ ഡാരുവിനെ അവന്റെ ആ ഒരു പോലീസ് സുഹൃത്ത് വിളിച്ച് ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസ് പറയുന്നുണ്ട്. അതായത് ആ ഗ്രാമത്തിൽ പോയിട്ട് ഒരു ഉസ്താദിനെ കണ്ട് നീ സംസാരിച്ചായിരുന്നല്ലോ, കുറച്ചു നേരം മുന്നേ അയാൾ മരണപ്പെട്ടു. അയാളുടെ ഹൃദയം ആരോ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. സെയിം കൊലയാളി തന്നെയാണ്. ഇത് കേട്ട് ഞെട്ടിപ്പോയ ഡാരു വേഗം തന്നെ അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുമ്പോൾ നമ്മുടെ നിറാക്ഷി ഒരു കാര്യം പറയുന്നുണ്ട്. ഡാരു ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നമ്മുടെ ഭൂതകാലം അതെന്താണെന്ന്
പകുഞ്ചാരിക്ക് നന്നായിട്ട് അറിയാം. അത് വെച്ചാണ് അവള് കളിക്കുന്നത്. അതുകൊണ്ട് അവളോട് മുട്ടാൻ നിൽക്കുമ്പോൾ, അവളെ തേടി പോകുമ്പോൾ ഇത് നിന്റെ മനസ്സിൽ ഉണ്ടായിക്കോട്ടെ എന്ന് പറയണം. ഇത് കേട്ടിട്ട് ആര് വേഗം അവിടുന്ന് പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നേരത്തെ ഒരു പെണ്ണിനെ റേപ്പ് ചെയ്യാൻ നോക്കിയ ആ ഒരു ഗാർഡ് ഉണ്ടല്ലോ, അവൻ വീണ്ടും ആ ഒരു പെണ്ണിന്റെ അടുത്തേക്ക് പോവാണ്. ഈ സമയത്ത് എപ്പോഴും പ്രേതത്തിനെ കണ്ട് കരയുന്ന ആ ചെറുക്കനുണ്ടല്ലോ, അവൻ പറയാണ്, എടോ അങ്ങോട്ടേക്ക് പോകണ്ട, എപ്പോഴും എന്റെ സെല്ലിൽ കാണുന്ന ആ ഒരു പ്രേതം ഇപ്പൊ അവളുടെ റൂമിലാണ്. എന്നാൽ ഇതൊന്നും കാര്യമാക്കാതെ ഒന്ന് പോയടാ ഭ്രാന്താന്ന് പറഞ്ഞിട്ട് ആ പെണ്ണിന്റെ റൂമിലേക്ക് അവളെ ഉപദ്രവിക്കാനായിട്ട് തന്നെ ഇവൻ കയറി ചെന്ന് കൊടുക്കുകയാണ്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ആത്മാവിനെ ഇവൻ നേരിട്ട് കാണുകയാണ്. അലറി കൂക്കി വിളിച്ചുകൊണ്ട് ഇവൻ അവിടെ ഓടുന്നുണ്ട്. നേരെ എത്തിയത് വാർഡിന്റെ മുന്നിലേക്കാണ്. എന്താ ഭ്രാന്തായോ നിനക്ക്? ഇല്ല വാടാ, ഞാൻ അതിനെ കണ്ടു. നമ്മളെല്ലാവരും കൂടെ റേപ്പ് ചെയ്തു പോകുന്ന ഒരു ആലീസ് ഇല്ലേ, ദാ അവൾ അവിടെ നിൽക്കുന്നുണ്ട്. എടാ നിങ്ങൾക്കൊക്കെ എന്താ ഭ്രാന്തായോ? എന്തീ പറയുന്നത്? ആത്മാവ്, പ്രേതം, ഭൂതം, ഒന്ന് പോയടാ അവിടുന്ന് എന്ന് പറഞ്ഞു തീർന്നില്ല. അപ്പോഴേക്കും വരികയാണ് ആലീസിന്റെ ആത്മാവ് അങ്ങോട്ടേക്ക്. പിന്നെ പറയണോ, രണ്ടുപേരും കൂടെ നിലവിളിച്ച് ഓടുകയാണ്. ഓടി അവസാനം രക്ഷപ്പെടാൻ കണ്ടത് ഒരു കബോർഡായിരുന്നു. രണ്ടുപേരും അതിന്റെ ഉള്ളിൽ കയറി വിളിക്കുകയാണ്. എന്നാൽ അവരുടെ കൂടെ തന്നെ കൂടെ വിളിക്കാനായിട്ട് ആലീസിന്റെ പ്രേതവും കയറിയിട്ടുണ്ടായിരുന്നു. അതിനെ കണ്ടപാട് വാർഡൻ പുറത്തേക്ക് ഇറങ്ങി ഓടുന്നുണ്ട്. എന്നാൽ അതിന്റെ ഉള്ളിൽ പെട്ടുപോയ മറ്റേ ആളെ ആലീസിന്റെ ആത്മാവ് നന്നായിട്ട് ശരിയാക്കി അങ്ങോട്ട് എടുക്കുകയാണ്. വാർഡൻ നോക്കുമ്പോൾ ആ ഒരു കബോർഡിന്റെ ഉള്ളിൽ നിന്നും രക്തം അങ്ങനെ ഒലിച്ചിറങ്ങുകയാണ് കേട്ടോ. ഇയാള് പകച്ചു നിൽക്കുമ്പോൾ ആ വാതിൽ തുറന്നുകൊണ്ട് അവള് പുറത്തേക്ക് വരികയാണ്. പേടിച്ച് നിലത്ത് വീണ അയാളുടെ കൈ പിഴുതെടുക്കുകയാണ് അവള്. എന്നിട്ട് അയാളുടെ ചങ്ക് ഉണ്ടല്ലോ അതങ്ങോട്ട് വലിച്ച് പറിച്ചെടുക്കുന്നുണ്ട്. വളരെ ക്രൂരമായിട്ട് തന്നെ അയാളെ കൊന്നുകളയാണ്. അങ്ങനെ തന്നെ കൊന്നവരോടുള്ള ആ ഒരു പ്രതികാരം ആലീസ് വീട്ടുകയാണ്. ഇതേ സമയത്ത് തന്നെ ഡാരു ഉണ്ടല്ലോ, അവന്റെ പോലീസ് സുഹൃത്തുമായിട്ട് ഇപ്പൊ മരിച്ച ഒരു ഉസ്താദിനെ കാണാൻ വേണ്ടി മോർച്ചറിയിലേക്ക് പോയിട്ടുണ്ട്. അതേസമയം തന്നെ അവന്റെ കൂട്ടുകാരൻ ചോദിക്കുകയാണ്, ഡാരു നീ എന്തോ ഒരു ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ, ആ ഗ്രാമത്തിൽ നടന്ന കൊലപാതകം നഗരത്തിൽ നടക്കുന്ന ഈ കൊലപാതകം തമ്മിൽ, സോ എന്താണ് ആ ഒരു ബന്ധം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പൊ ഡാരു പറയണ ഉറപ്പൊന്നുമില്ല, എന്റെ ഒരു ഊഹാപോഹം മാത്രമാണ്. ഇതിന്റെ എല്ലാം പിന്നിൽ ഒരു മന്ത്രവാദിനിയായിട്ടുള്ള സ്ത്രീയാണ് പകുഞ്ചാര. വ്യത്യസ്തയായിട്ടുള്ള അങ്ങനെ ഒരു സ്ത്രീയെ കാണുകയാണെങ്കിൽ ഒന്നും നോക്കേണ്ട, അറസ്റ്റ് ചെയ്തോ എന്ന് പറയണം. എന്നാൽ അവന്റെ സുഹൃത്ത് പറയണം, നീ ഈ പറയുന്നത് പോലെ ആരെയും ഞങ്ങൾ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. എന്തായാലും ഇതിനുശേഷം രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നാൽ ആ സമയത്തെല്ലാം ഡാരു ഭയങ്കരമായിട്ട് ഡിപ്രസ് ആയിട്ട് ഇരിക്കുകയാണ്. ഇത് കണ്ട് അവന്റെ സുഹൃത്ത് ചോദിക്കുകയാണ്, നിനക്ക് എന്താ പറ്റിയത്? കുറച്ച് നാളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, പഴയ ഡാരു അല്ല നീ. എന്താണ് നിന്നിങ്ങനെ വിഷമിപ്പിക്കുന്ന ആ ഒരു കാര്യം? ഇപ്പൊ ഡാരു മറ്റാരോടും പറയാത്ത ആ ഒരു കാര്യം പറയാണ്. അതായത് അന്ന് ആ ഒരു പെൺകുട്ടിയുടെ കൊലപാതകം നടന്നപ്പോ ആൾക്കൂട്ടത്തിനിടയിൽ ആ സീരിയൽ കില്ലറെ അവൻ കണ്ടായിരുന്നു. അവന്റെ കയ്യിൽ ആ റിബൺ ഉണ്ടായിരുന്നു. അന്ന് ധൈര്യമില്ലാത്തതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. അത് കാരണം വീണ്ടും 3 കുട്ടികൾ മരിച്ചുപോയില്ലേ, ആ കുറ്റബോധം ഉള്ളിൽ നിന്ന് പോകുന്നില്ല. ഇപ്പൊ അവന്റെ സുഹൃത്ത് പറയാണ്, പഴയ കാര്യങ്ങൾ ഇങ്ങനെ കുറെ ആലോചിച്ചിട്ട് എന്താ കാര്യം? ഇപ്പൊ നമുക്ക് വലിയൊരു ദൗത്യമുണ്ട്, നമുക്കത് പൂർത്തിയാക്കണം. ഈ സമയത്ത് ഡാരു ഒരു കാര്യങ്ങൾ ആലോചിക്കുകയാണ്. അതായത് നിറാക്ഷി പറഞ്ഞ ആ ഒരു കത്തി അതിപ്പോ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണല്ലോ. കുറെ നേരം ആലോചിച്ചു കഴിഞ്ഞപ്പോ അവനൊരു കാര്യം ചെറുതായിട്ടൊന്ന് തോന്നുകയാണ്. ഇനിയിപ്പോ എങ്ങാനും അവിടെ ഉണ്ടെങ്കിലോ? അവനിപ്പോ നേരെ കൂട്ടുകാരനായിട്ടുള്ള പോലീസുകാരനെയും കൂട്ടി നേരെ മോർച്ചറിയിലേക്ക് തന്നെ പോവാണ്. എന്നാൽ ഇവരാരും കാണാതെ ആ ആശുപത്രിയുടെ പരിസരത്ത് ആര് വന്നിട്ടുണ്ട്? പകുഞ്ചാര വന്നിട്ടുണ്ട്. സോ അവളുടെ കൈകൾ കൊണ്ട് വീണ്ടും ചില മന്ത്രവാദങ്ങൾ അവൾ അവിടെ ചെയ്യാണ്. ഇതേ സമയത്ത് തന്നെ മോർച്ചറിയിൽ പോയ ഡാരു അവിടെ തന്നെ ഉണ്ടായിരുന്ന വേറെ ഒരു ബോഡി പരിശോധിക്കുകയാണ്. അതായത് നിറാക്ഷി സിനിമയുടെ ആരംഭത്തിൽ ഒരാളെ കൊന്നു കളഞ്ഞു എന്ന് പറയുന്നില്ലേ, ബാധ കയറിയ ആ ഒരു പെൺകുട്ടിയുടെ അച്ഛനെ ആ ഒരു മുളങ്കാട്ടിൽ വെച്ച്. ഇനി എങ്ങാനും അവൾ ഉപയോഗിച്ച ആ ഒരു കത്തി അയാളുടെ ഉള്ളിലുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് കീറി മുറിഞ്ഞു കിടക്കുന്ന അയാളുടെ മൃതദേഹം ഇതേ മോർച്ചറിയിൽ തന്നെയാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. സോ ആ ശരീരം പരിശോധിച്ചപ്പോൾ ആ കത്തി അയാളുടെ ദേഹത്തുണ്ടായിരുന്നു. അവന്റെ ഊഹം ശരിയായിരുന്നു. ആ ഒരു കത്തി ഇപ്പൊ അവൻ എടുക്കാണ്. എന്നാൽ മോർച്ചറിയിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് പോലെ അവന് തോന്നി. ഒരു സംശയം തോന്നി ടോർച്ച് എടുത്ത് തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ശവത്തിന്റെ മുഖത്തേക്ക് അടിച്ചു നോക്കുകയാണ്. അതായത് അവനെ നോക്കി ആ ശവം ചിരിക്കുന്നത് പോലെ അവന് തോന്നി. എന്നാൽ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒന്നുമില്ല, ശവം അത് ശവമായിട്ട് തന്നെ കിടക്കുകയാണ്. എന്നാൽ അടുത്ത നിമിഷം അവിടെ കിടന്നിരുന്ന ഓരോ മൃതദേഹങ്ങളും പതിയെ എഴുന്നേൽക്കാൻ തുടങ്ങുകയാണ്. മരിച്ചു കിടക്കുന്ന ആ ശവങ്ങൾ ഓരോന്നും അവരെ രണ്ടുപേരെയും അറ്റാക്ക് ചെയ്യാൻ നോക്കുകയാണ്. അതായത് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അത് നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ അവന്റെ പോലീസ് സുഹൃത്ത് പറയാണ്, ഡാരു നീ എന്നെ നോക്കണ്ട, ഇവിടുന്ന് പോയിക്കോ, ഇനി ഒരാളും ഇതിന്റെ പേരിൽ മരിക്കാൻ പാടില്ല. ആ കത്തി അത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നല്ലേ നീ പറഞ്ഞത്, അത് എത്തിക്കേണ്ട ആളുടെ കയ്യിൽ നീ എത്തിക്കുക, ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന് പറയാണ്. അങ്ങനെ ഡാരു ആ ഒരു കത്തിയുമായിട്ട് ഇവിടുന്ന് രക്ഷപ്പെടുകയാണ്. ഇതേ നേരം തന്നെ ആ ഭ്രാന്താശുപത്രി കാണിക്കുകയാണ്. അവിടെ ഇപ്പോ ആലീസിന്റെ ആത്മാവ് അവളുടെ പ്രതികാരം വീട്ടി കഴിഞ്ഞിട്ടും അവളുടെ അഴിഞ്ഞാട്ടം തുടരുകയാണ്. ഭയം കാരണം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെ സെല്ലും തുറന്ന് എല്ലാവരോടും രക്ഷപ്പെടാൻ അവിടെ ഉണ്ടായിരുന്ന ഗാർഡുകൾ പറയുന്നുണ്ട്. ഈ നേരം അങ്ങോട്ടേക്ക് വന്ന നിറാക്ഷി പറയാണ്, ആരും പേടിക്കേണ്ട, അവൾക്ക് വേണ്ടത് എന്നെയാണ്, ഞാൻ അവളുടെ അടുത്തേക്ക് പൊയ്ക്കോളാന്ന് പറഞ്ഞിട്ട് ആലീസിന്റെ ആത്മാവിന്റെ അടുത്തേക്ക് നിറാക്ഷി പോകുന്നുണ്ട്. ആ ആത്മാവ് ഇപ്പൊ അവളെ ഉപദ്രവിക്കാൻ നോക്കുന്ന സമയത്താണ് നിറാക്ഷി മറ്റൊരു കാര്യം കാണുന്നത്. ഇങ്ങോട്ടേക്ക് വന്ന പകുഞ്ചാര ചെയ്യുന്ന എന്താണെന്നറിയോ? ഇതേ ആശുപത്രിയിൽ തന്നെ ഭ്രാന്തായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവള് ഗർഭിണിയാണല്ലോ, അവളെയും കൂട്ടി മറ്റൊരു ഭാഗത്തേക്ക് പോവാണ്. അപ്പൊ ഉറക്കനെ നമ്മുടെ നിറാക്ഷി വിളിച്ചു പറയുന്നുണ്ട്, പകുഞ്ചാര ഇത് നമ്മുടെ ഇടയിലുള്ള പ്രശ്നമാണ്, അതിന് ഒരു പെണ്ണിനെ നീ വെറുതെ ബലിയാടാക്കണ്ട എന്ന്. അതൊന്നും കേൾക്കാതെ പകുഞ്ചാര ആ ഗർഭിണിയും കൊണ്ട് അവിടുന്ന് പോവാണ്. ഇതേ സമയം തന്നെ ആലീസിന്റെ ദുരാത്മാവ് അവളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ കയ്യിൽ ആ ഒരു കത്തിയില്ലാത്തതുകൊണ്ട് അവളുടെ പൂർണ്ണമായ ശക്തി പുറത്തേക്ക് എടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ആത്മാവിനോട് പോരാടി അവൾ തോറ്റുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ പകുഞ്ചാര ഗർഭിണിയായിട്ടുള്ള ആ ഒരു പെണ്ണിനെ തറയിൽ കിടത്തി
അവൾ മോഷ്ടിച്ചു കൊണ്ടുവന്ന ആ എല്ലാ ഹൃദയങ്ങളും അവളുടെ ചുറ്റും വെക്കുകയാണ്. പിന്നീട് ചില കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് 2 കൈകളും ഉയർത്തിക്കൊണ്ട്, അങ്ങേക്ക് വേണ്ടി ഞാൻ എല്ലാം ചെയ്തു കഴിഞ്ഞു, ഇനി പറഞ്ഞതുപോലെ അങ്ങ് ഈ ഭൂമിയിലേക്ക് വാ, അങ്ങേക്കായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. ഇത് പറഞ്ഞപ്പോ ആ കർമ്മങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞപ്പോ ഗർഭിണിയായിട്ടുള്ള ഈ സ്ത്രീയുടെ വയറുണ്ടല്ലോ, അത് പിന്നെയും കുറച്ചുകൂടി വീർക്കാൻ തുടങ്ങുകയാണ്. അതായത് അവരുടെ വയറ്റിലൂടെ ആ പൈശാചിക ശക്തി ഭൂമിയിലേക്ക് വരികയാണ്. എന്നാൽ ഈ സമയത്താണ് കത്തിയുമായിട്ട് ഡാരു അങ്ങോട്ടേക്ക് എത്തുന്നത് കേട്ടോ. ഡാരു നോക്കുമ്പോൾ എന്താണ്, ആ ഒരു പിശാചുമായിട്ട് പോരാടിക്കൊണ്ടിരിക്കുന്ന നിറാക്ഷിയെ കാണുകയാണ്. അവൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഡാരു ഇപ്പൊ ആ ഒരു കത്തി അവൾക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. അതായത് അതിന്റെ ആ ഒരു പിടി മാത്രമേ ഉള്ളൂ. അത് അവളുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാലേ ആ കത്തി പൂർണ്ണമായിട്ടും ആവുകയുള്ളൂ. എന്തായാലും അവളുടെ കയ്യിൽ ആ കത്തി കിട്ടിക്കഴിഞ്ഞു. കിട്ടിയ പാടൻ ഒരൊറ്റ വീശ്. ആ ഒരു വീശലിൽ തന്നെ ആലീസിന്റെ ദുരാത്മാവിന്റെ തല തന്നെ മുറിഞ്ഞ് തറയിൽ വീഴുകയാണ്. ഇതിനുശേഷം നിറാക്ഷി ഡാരുവിനോട് പറയാണ്, ഇനി അവളുടെ കാര്യം, പകുഞ്ചാരയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്നു പറഞ്ഞിട്ട് പകുഞ്ചാര ആ പൂജകളൊക്കെ ചെയ്യുന്ന ആ സ്ഥലം ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് ഇപ്പോ നിറാക്ഷി ചെല്ലുകയാണ്. എന്നാൽ നിറാക്ഷിയെ കണ്ട പാടനെ പകുഞ്ചാര പറയാണ്, എന്താണ് നിറാക്ഷി, കുറെ കാലമായില്ലേ നീ എന്നെ തോൽപ്പിക്കാൻ നടക്കുന്നു, നിന്നെക്കൊണ്ട് നടക്കില്ല, അത് നിന്നെക്കൊണ്ടും നിന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട ഒരാളെ കൊണ്ടും ഞങ്ങളെ തടുക്കാൻ കഴിയില്ല. ഈ സമയത്ത് നിറാക്ഷി പറയാണ്, വായ കൊണ്ട് ചെലക്കാതെ എന്നോട് വന്ന് പോരാടടി. പിന്നെ 2 പേരും ഫൈറ്റ് തുടങ്ങാണ് കേട്ടോ. മാന്ത്രിക ശക്തി ഉള്ളത് കൊണ്ട് തന്നെ പകുഞ്ചാരയെ എളുപ്പത്തിലൊന്നും തോൽപ്പിക്കാൻ നിറാക്ഷിക്ക് കഴിയുന്നില്ല. അതുപോലെ തന്നെ പകുഞ്ചാരയുടെ ഉള്ളിലുണ്ടായിരുന്ന ആ പൈശാചിക ശക്തിയെ പൂർണ്ണമായിട്ടും അവൾ ആവാഹിച്ചെടുത്ത് ചുവടെ ശക്തിയുള്ള മറ്റൊരു ഭീകര രൂപിയായിട്ട് അവൾ മാറുകയാണ്. അതോടുകൂടിയിട്ട് നിറാക്ഷിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായി. അവളുമായിട്ടുള്ള ആ ഒരു പോരാട്ടത്തിൽ പതിയെ പതിയെ നിറാക്ഷി തോറ്റുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ആ ഗർഭിണിയുടെ വയറ് കയറിക്കൊണ്ട് ആ പൈശാചികമായ സാത്താന്റെ സന്തതി ഭൂമിയിലേക്ക് വരികയാണ്. അതിന്റെ കൈകൾ പുറത്തേക്ക് വന്നു. ഇത് കണ്ട സമയത്ത് പകുഞ്ചര പറയാണ്, നീ തോറ്റു കഴിഞ്ഞു, ഇനി ഞങ്ങളുടെ യുഗമാണ്. ഇത് പറഞ്ഞ് അവളെ കുത്താൻ നോക്കുമ്പോൾ അതിന്റെ ഇടയിലേക്ക് ഡാരു വന്ന് കയറുകയാണ് കേട്ടോ. അതായത് അവളുടെ ദേഹത്തേക്ക് കയറേണ്ട ആ ഒരു കുത്ത് അതിപ്പോ ഡാരുവിന്റെ ദേഹത്ത് കയറി. എന്നാൽ ആ ഒരു ഗ്യാപ്പിന് നിറാക്ഷി അവളുടെ ആയുധം ഉപയോഗിച്ച് ഈ പകുഞ്ചരയുടെ കഴുത്ത് നോക്കി ഒരൊറ്റ വെട്ടാണ്. ആ വെട്ടിൽ തന്നെ പകുഞ്ചാര അവിടെ വീണുപോയി. എന്നാൽ അപ്പോഴും അവളൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു, എന്റെ മാസ്റ്റർ അവൻ വന്നു കഴിഞ്ഞു, ഇനി ഞങ്ങളുടെ കാലാന്ന് അവൾ പറഞ്ഞ സമയത്ത് ഇപ്പൊ നിറാക്ഷി പറയാണ്, നിന്റെ മാസ്റ്റർ അയാൾ ഇവിടെ വന്നാലല്ലേ നിങ്ങളുടെ കാലം ഉണ്ടാവുള്ളൂ. ഇതും പറഞ്ഞ് നിറാക്ഷി അവളുടെ ആ ഒരു വെപ്പൺ, അതായത് ആ ഒരു കത്തി, അത് ഉപയോഗിച്ച് ഈ സാത്താന്റെ പിശാചിന്റെ ഓരോ അവയവങ്ങളായിട്ട് മുറിച്ചെടുക്കാൻ തുടങ്ങുകയാണ്. അതായത് പൂർണ്ണമായിട്ടും അതിന് പുറത്തേക്ക് വന്നാലേ അതിന് ശക്തി ഉണ്ടാവുള്ളൂ. എന്നാൽ അതിനു മുന്നേ തന്നെ അതിന്റെ കൈയും കാലും തലയും എല്ലാം വെട്ടി മുറിച്ച് കളയാണ് നിറാക്ഷി. അതായത് ഇത്തവണയും ഈ പിശാചിന് ഭൂമിയിലേക്ക് വരാൻ പറ്റിയില്ല. ഇത്തവണയും അവൻ തോറ്റുപോയി. എന്തായാലും ഇതിനുശേഷം നേരെ കുത്തേറ്റ് കിടക്കുന്ന ഡാരുവിന്റെ അടുത്തേക്ക് നിറാക്ഷി ചെല്ലുകയാണ്. അത്യാവശ്യം നല്ല പരിക്കുണ്ട്. എന്നാൽ ഈ ഒരു ഗ്യാപ്പിന് അവിടുന്ന് പകുഞ്ചാര രക്ഷപ്പെടുകയാണ്. ആ സമയത്ത് ഡാരു ചോദിക്കുകയാണ്, അവൾ ഇനി എന്താക്കും, അവൾ പോയാൽ ഇനി വീണ്ടും ഇതെല്ലാം ചെയ്യാൻ തുടങ്ങില്ലേ. ഇപ്പൊ നിറാക്ഷി പറയാണ്, അത് ആലോചിച്ച് നീ പേടിക്കേണ്ട ആവശ്യമില്ല, ഇനി അവൾ ഈ ലോകത്തിന്റെ എവിടെയായാലും അവളെ വേട്ടയാടി കൊല്ലേണ്ടത് എന്റെ ചുമതലയാണ്, അത് ഞാൻ നോക്കിക്കോളാം. പക്ഷെ ഇപ്പോ എങ്ങനെയെങ്കിലും നമുക്ക് പുറത്ത് കിടക്കണം, നിന്റെ ദേഹത്ത് നല്ല മുറിവുണ്ട്, ഒരുപാട് രക്തം പോകുന്നുണ്ട് എന്ന് പറയണം. പിന്നീട് അവനുമായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോഴേക്കും പൂർണ്ണമായിട്ടും അവന്റെ ബോധം നഷ്ടമാവുകയാണ്. എന്നാൽ വിചാരിച്ചതുപോലെ ഡാരു മരണപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അവൻ പിന്നീട് കണ്ണു തുറക്കുമ്പോൾ ഒരു മെഡിക്കൽ ടീമിന്റെ കൂടെയായിരുന്നു. അവൻ ആവശ്യമുള്ള ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റ് എല്ലാം അവർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേ സ്ഥലത്ത് തന്നെയാണ് പകുഞ്ചാരിയുള്ളത്. ശക്തി ക്ഷയിച്ച് അവളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയാതെ ഒരു കിഴവയുടെ രൂപത്തിലാണ് അവൾ ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന മെഡിക്കൽ ടീമിൽ ഒരാള് അവരെ കണ്ട്, മേഡം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് രക്തം പോയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ ശരീരത്തിലേക്ക് രക്തം കയറ്റണമെന്ന് പറഞ്ഞിട്ട് അവരെ നേരെ ഒരു ആംബുലൻസിൽ കയറ്റി വിടുകയാണ്. എന്നാൽ അതിന്റെ ഉള്ളിൽ കയറിയ സമയത്ത് പകുഞ്ചാര ചെയ്ത് എന്താണെന്നറിയോ, അവളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തന്റെ കഴുത്ത് നോക്കി കടിച്ച് അവന്റെ രക്തം ഊറ്റി ഊറ്റി കുടിക്കുകയാണ്. ഇത് കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത്. അതായത് പകുഞ്ചാര അവളുടെ ഈ പരിപാടിയൊന്നും നിർത്താൻ പോകുന്നില്ല. എന്നാൽ അവളുടെ പിന്നാലെ തന്നെ നിറാക്ഷിയും ഉണ്ടാവും. അപ്പൊ എന്തായാലും ഈ ഒരു ഹൊറർ മൂവി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതുപോലെയുള്ള ഇന്തോനേഷ്യൻ ഹൊറർ മൂവി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പറയണം. ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് കഥയുമായിട്ട് ഞാൻ വരും. എന്നാൽ ശരി, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പൊ അതുവരേക്കും ഓക്കെ, ബൈ.